പടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റി സിനിമ കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നത്. ഇന്നലെ പെട്ടെന്ന് വന്നിട്ട് എനിക്കൊന്ന് റേഞ്ച് കട്ടായി പോയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. നിങ്ങളുടെ റിവ്യൂസൊക്കെ എൻ്റെ പേജിലേക്ക് ഇടണം. എൻ്റെ പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഹായ് ഉണ്ണി, ഞാൻ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കാലിക്കറ്റാണുള്ളത്, PVSലാണ് കാണുന്നത്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ ഞാൻ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ടോക്ക് വിത്ത് മാലിനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറേ പേര് എൻ്റെ ഫോണിൽ വിളിച്ചു, കുറേ പേര് സംസാരിച്ചു, കുറേ പേര് വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട്, വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അപ്പം അവരോടൊക്കെ ഒരു സോറി കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അടുപ്പിച്ച് കോള് വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോയതാണ്. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ മനഃപൂർവ്വം എടുക്കാതെയൊന്നും അല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരോട്, വിളിച്ചവരും വിളിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ. അപ്പോൾ സിനിമ കാണണം, വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങളെ വീട്ടിൽ ഫാമിലിയെ കൂട്ടി പോകണം. അച്ഛന് അമ്മമാരെയൊക്കെ എന്തായാലും കൂട്ടണം. അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടണം. പെൺകുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും രാമൻ്റെ ഏദൻതോട്ടം. അതുകൊണ്ട് ആരും പടം മിസ് ചെയ്യരുത്. പിന്നെ അബിൻ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? സോറി, അതിങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ്. ഐ ആം സോ സോറി. മാലിക് താങ്ക് യു. അതുൽ പടം പോയി കാണുക കേട്ടോ. അഖിൽ തിലകൻ താങ്ക് യു. പിന്നെ കുറെ പേര് പറയാൻ ടെൻഷനൊക്കെ ഉണ്ട് മുഖത്ത് എന്നുള്ളത്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര കുറച്ച് കൂടുതൽ ഇതുവരെ ചെയ്ത മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണ് രാമൻ്റെ ഏദൻതോട്ടം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഹായ് പറയാം. പ്രദീപ് താങ്ക് യു. മുഹമ്മദ് സൂപ്പർ ആക്ടിങ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് താങ്ക് യു. അജീഷ് താങ്ക് യു. അർഷാദ് ആദർശ് താങ്ക് യു. അക്ഷയദാസ് താങ്ക് യു. അമർ സിംഗ് താങ്ക് യു. അജയ് ഹായ്. അഖിൽ താങ്ക് യു. അഖിൽ ആതിര വിഷ്ണു എന്നോട് ഹായ് പറയാട്ടോ. മെൽവിൻ പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുലിയൊന്നും അല്ല. റിയാസ് ഹലോ. ഓക്കെ അക്ഷയ് ആരാണ് പറഞ്ഞ പേര് ഞാൻ വിട്ടുപോയി. താങ്ക് യു. നിങ്ങൾ ഓർമ്മിപ്പിച്ച് ഞാൻ ബെൽറ്റ് ഇടാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടിയിൽ കയറി ഉടനെ ഞാൻ ലൈവ് വന്നു. ബെൽറ്റ് ഇട്ടു. താങ്ക് യു ആതിര. ഓക്കെ സോനി താങ്ക് യു. കോട്ടയത്ത് ഹർത്താലെന്നൊക്കെ ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. സാരമില്ല, ഹർത്താൽ കഴിഞ്ഞിട്ട് കാണണം. അവിടെ റിലീസ് ഉണ്ട്, എന്തായാലും പോയി കാണണം കേട്ടോ. രമണ താങ്ക് യു സോ മച്ച്. അശ്വിൻ ഹായ്. വിജിത്ത് ഞാൻ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി, PVSലെത്തി. ഉണ്ണി താങ്ക് യു. വിഷ്ണു ചാക്കോച്ചായൻ ഇപ്പൊ എന്റെ കൂടെ. ചാക്കോച്ചായൻ വേറൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ചാക്കോച്ചായന് അവിടെ നിന്ന് കാണുന്ന പറഞ്ഞിട്ടുള്ളേ. ശ്രീലേഷ് ഓക്കെ. അതുൽ താങ്ക് യു. അരുൺ മുരളീധരൻ താങ്ക് യു സോ മച്ച്. ജംഷീദ് പറഞ്ഞ ഏതെന്റെ രാമന്റെ തോട്ടം അല്ലേ കാണാന്നൊക്കെ.
താങ്ക് യു. കൃഷ്ണപ്രസാദ് ഹലോ. വിശ്വനാഥ് അതെ തീർച്ചയായിട്ടും രഞ്ജി സാർ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണ്. എല്ലാ പടങ്ങളും നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതും അങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ട്. നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിലൂടെയാണ് ഞങ്ങളുടെ സിനിമ മുന്നോട്ട് പോവുക. കാരണം ആരും കാണാതിരിക്കുന്നതാണ് എനിക്കൊരു റിക്വസ്റ്റ്. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത എത്രയോ കഷ്ടപ്പാടുണ്ട്. ഒരു ദിവസം ലൊക്കേഷനിലൊക്കെ വന്ന ഷൂട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സിനിമ ഞങ്ങളെ എല്ലാവരെയും വലിയൊരു സ്വപ്നമാണ് ഒരു സിനിമ വിജയിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരും സിനിമ കാണണം. നിങ്ങളാണ് അത് വിജയിപ്പിക്കുന്ന ആളുകൾ. വിഷ്ണു രഘു ട്രെയിലർ കണ്ടു. ദ ബ്രിഡ്ജ് ഓഫ് മാഡ്സൺ. ഓക്കെ. അഖിൽ ഞാൻ പറയാം കേട്ടോ, എല്ലാരോടും ഹായ് പറയാം. അപ്പോ റിയാസ് ഫുൾ ലൈവാണല്ലോ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പടം റിലീസാവില്ല. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ശ്രീശാൻ ചാക്കോചാൻ ഈസ് മൈ ഫേവറേറ്റ് നൗ യു ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ചാക്കോചാനൊക്കെ അടിപൊളിയാണ് സിനിമയിൽ. അപ്പം ചാക്കോചാൻ്റെ ഫാൻസൊക്കെ എന്തായാലും ഒരു സിനിമ കാണണം. ചാക്കോച്ചനെ തേക്കല് എന്ന് ആശ്ചര്യ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തേക്കില്ല. കാരണം ഞാൻ മാലിന്യാണ്. ഇപ്പോൾ ഞാൻ തേക്കില്ല കേട്ടോ. അപ്പം ഞാൻ നിർത്തുകയാണ്. എനിക്കിവിടെ ടൈമായി. അപ്പം ബൈ. ഹായ്. ഇന്ന് രാമൻ്റെ ഏതൊട്ട് മൂവി റിലീസാണ്. ഞങ്ങളിങ്ങനെ പടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റി സിനിമ കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നത്. ഇന്നലെ പെട്ടെന്ന് വന്നിട്ട് എനിക്കൊന്ന് റേഞ്ച് കട്ടായി പോയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. നിങ്ങളുടെ റിവ്യൂസൊക്കെ എൻ്റെ പേജിലേക്ക് ഇടണം. എൻ്റെ പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഹായ് ഉണ്ണി, ഞാൻ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കാലിക്കറ്റാണുള്ളത്. PVSലാണ് കാണുന്നത്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ തന്നെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ടോക്ക് വിത്ത് മാലിനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറേ പേര് എൻ്റെ ഫോണിൽ വിളിച്ചു. കുറേ പേര് സംസാരിച്ചു. കുറേ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരു സോറി കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അടുപ്പിച്ച് കോള് വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോയതാണ്. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ മനഃപൂർവ്വം എടുക്കാതെയൊന്നും അല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരോട്. വിളിച്ചവരും വിളിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ. അപ്പോൾ സിനിമ കാണണം, വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങളെ വീട്ടിൽ ഫാമിലിയെ കൂട്ടി പോകണം. അച്ഛന് അമ്മമാരെയൊക്കെ എന്തായാലും കൂട്ടണം. അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടണം. പെൺകുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും രാമൻ്റെ ഏദൻതോട്ടം. അതുകൊണ്ട് ആരും പടം മിസ് ചെയ്യരുത്. പിന്നെ അബിൻ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? സോറി, അതിങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ്. ഐ ആം സോ സോറി. മാലിക് താങ്ക് യു. അതുൽ പടം പോയി കാണുക കേട്ടോ. അഖിൽ തിലകൻ താങ്ക് യു. പിന്നെ കുറെ പേര് പറയുന്ന ടെൻഷനൊക്കെ ഉണ്ട് മുഖത്ത് എന്നുള്ളത്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര കുറച്ച് കൂടുതൽ ഇതുവരെ ചെയ്ത മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണ് രാമൻ്റെ ഏദൻതോട്ടം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. വിഷ്ണുവേട്ടൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹായ് പറയാം. പ്രദീപ് താങ്ക് യു. മുഹമ്മദ് സൂപ്പർ ആക്ടിങ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താങ്ക് യു. അജീഷ് താങ്ക് യു. അർഷാദ് ആദർശ് താങ്ക് യു. അക്ഷയദാസ് താങ്ക് യു. അമർ സിംഗ് താങ്ക് യു.
Ajay, hi. Agil, thank you, Agil. ആതിര, വിഷ്ണു എന്നോട് ഹായ് പറയാട്ടോ. മെൽവിൻ പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ പുലിയൊന്നും അല്ല. റിയാസ്, ഹലോ. ഓക്കെ, അക്ഷയ് ആരാണ് പറഞ്ഞ പേര് ഞാൻ വിട്ടുപോയി. താങ്ക് യു. നിങ്ങൾ ഓർമ്മിപ്പിച്ച്. ഞാൻ ബെൽറ്റ് ഇടാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടിയിൽ കയറി ഉടനെ ഞാൻ ലൈവ് വന്നു. ബെൽറ്റ് ഇട്ടു. താങ്ക് യു ആതിര. ഓക്കെ, സോനി, താങ്ക് യു. കോട്ടയത്ത് ഹർത്താൽ എന്നൊക്കെ ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. സാരമില്ല, ഹർത്താൽ കഴിഞ്ഞിട്ട് കാണണം. അവിടെ റിലീസ് ഉണ്ട്, എന്തായാലും പോയി കാണണം കേട്ടോ. രമണ, താങ്ക് യു സോ മച്ച്. ആഷിൻ, ഹായ്. വിജിത്ത്, ഞാൻ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തി, EVS-ലെത്തി. ഉണ്ണി, താങ്ക് യു. വിഷ്ണു, ചാക്കോച്ചായൻ ഇപ്പൊ എന്റെ കൂടെ. ചാക്കോച്ചായൻ വേറൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ചാക്കോച്ചായന് അവിടെ നിന്ന് കാണുന്ന പറഞ്ഞിട്ടില്ലേ. ശ്രീലേഷ്, ഓക്കെ. അതുൽ, താങ്ക് യു. അരുൺ മുരളീധരൻ, താങ്ക് യു സോ മച്ച്. ജംഷീദ് പറഞ്ഞ ഏതെന്റെ രാമന്റെ തോട്ടം അല്ലേ കാണാന്നൊക്കെ. താങ്ക് യു. കൃഷ്ണപ്രസാദ്, ഹലോ. വിശ്വനാഥ്, അതെ തീർച്ചയായിട്ടും രഞ്ജിത്ത് സാർ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണ്. എല്ലാ പടങ്ങളും നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതും അങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ട്. നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിലൂടെയാണ് ഞങ്ങളുടെ സിനിമ മുന്നോട്ട് പോവുക. കാരണം ആരും കാണാതിരിക്കുന്നതാണ് എനിക്കൊരു റിക്വസ്റ്റ്. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത എത്രയോ കഷ്ടപ്പാടുണ്ട്. ഒരു ദിവസം ലൊക്കേഷനിലൊക്കെ വന്ന ഷൂട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സിനിമ കാണും. ഞങ്ങളെല്ലാവരെയും വലിയൊരു സ്വപ്നമാണ് ഒരു സിനിമ വിജയിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം എല്ലാവരും സിനിമ കാണണം. നിങ്ങളാണ് അത് വിജയിപ്പിക്കുന്ന ആളുകൾ. വിഷ്ണു രഘു, ട്രെയിലർ കണ്ടു. ദ ബ്രിഡ്ജ് ഓഫ് മാഡ്സൺ. ഓക്കെ. അഖിൽ, ഞാൻ പറയാം കേട്ടോ. എല്ലാരോടും ഹായ് പറയാം. റിയാസ് ഫുൾ ലൈവാണല്ലോ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പടം റിലീസാവില്ല. അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ശ്രീശാൻ, ചാക്കോച്ചാൻ ഈസ് മൈ ഫേവറേറ്റ്. നൗ യു ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ചാക്കോച്ചാനൊക്കെ അടിപൊളിയാണ് സിനിമയിൽ. അപ്പം ചാക്കോച്ചാൻ്റെ ഫാൻസൊക്കെ എന്തായാലും പോയി സിനിമ കാണണം. ചാക്കോച്ചനെ തേക്കല്ലേ എന്ന് ആശ്ര പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തേക്കില്ല. കാരണം ഞാൻ മാലിന്യാണ്. ഇപ്പോൾ ഞാൻ തേക്കില്ല കേട്ടോ. അപ്പം ഞാൻ നിർത്തുകയാണ്. എനിക്കിവിടെ ടൈമായി. അപ്പോൾ ബൈ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.